ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ എക്സ് വൈ സെഡ് എന്നുള്ള 3 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആർക്കാണ് ഏറ്റവും ചെറിയ എമൗണ്ട് കിട്ടിയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് ഈ സ്റ്റേറ്റ്മെന്റ്സ് മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മതിയോ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയോ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫസ്റ്റ് X received 4/5 of what Y and Z together received എന്ന് എഴുതിയിട്ടുണ്ട്. സോ എക്സിന് കിട്ടിയത് എത്ര? 4/5 ഓഫ് Y പ്ലസ് Z ആണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ Yക്ക് കിട്ടിയത് 2/7 ഓഫ് എക്സ് പ്ലസ് Z ആണ്. സോ ഈ ഒരു 2 റിലേഷനാണ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും തരുന്നത്. സോ ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 4/5 ഓഫ് വൈ പ്ലസ് സെഡ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5x ഈക്വൽ ടു 4y പ്ലസ് 4z എന്ന് വരും. സോ ഇതിന് നമ്മൾ സെഡിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 4z ഈസ് ഈക്വൽ ടു 5x മൈനസ് 4y എന്ന് വരും. ഓക്കെ, 5x മൈനസ് 4y എന്ന് വരും. നെക്സ്റ്റ് സെക്കൻഡ്, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. നൗ സെക്കൻഡിൽ നോക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? 2/7 ഓഫ് എക്സ് പ്ലസ് സെഡ് ആണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 7y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2z. ഇതിന് നമ്മൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ 4z ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14y ഇസ് ഈക്വൽ ടു 4x പ്ലസ് 4z എന്ന് വരും. ഇതിനെ 4zൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 14y മൈനസ് 4x എന്ന് വരും. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിൽ സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് മൈനസ് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 മീൻസ് 4z മൈനസ് 4z വരും, 0. നെക്സ്റ്റ് എന്ത് വരുന്നത്? 14y മൈനസ് 4y. സോ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. സോ നമുക്കിവിടെ 18y വരും. പിന്നെ മൈനസ് 4xും പിന്നെ മൈനസ് 5xും, സോ മൈനസ് 9x വരുന്നുണ്ട്. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 18y ഇസ് ഈക്വൽ ടു 9x എന്ന് വരും. സോ 2y ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. സോ എക്സിന് നമുക്ക് 2y എന്നുള്ളൊരു റിലേഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എക്സ് എപ്പോഴും എന്തായിരിക്കും? വൈനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2y എന്നുള്ളതുകൊണ്ട് എക്സ് എപ്പോഴും വൈനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, 7y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2z. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ പ്ലേസിൽ വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7y ഇസ് ഈക്വൽ ടു 2y. എക്സിൻ്റെ പ്ലേസിൽ 2y ഇടുമ്പം 2 ഇൻറ്റു 2 4y വരും. സോ 4y പ്ലസ് 2z വരും. ഓക്കെ, സോ ഇത് പറയുമ്പോൾ നമ്മൾ 4y അപ്പുറത്തേക്ക് പോകുമ്പം 2z ഈസ് ഈക്വൽ ടു 7 മൈനസ് 4y 3y വരും. സോ 2z ഈസ് ഈക്വൽ ടു 3y എന്നുള്ളൊരു റിലേഷനാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ z ഈസ് ഈക്വൽ ടു 3/2y എന്നുള്ളൊരു റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ z എന്ന് പറയുന്നത് 3/2y ആണ്. 3/2 പറയുമ്പോൾ 1.5 ടൈംസ് ഓഫ് y ആണ് z. സോ വൈനേക്കാൾ എന്ത്? z ഗ്രേറ്റർ ആണ്. സോ z ഈസ് ഗ്രേറ്റർ ദാൻ y. ഇവിടെ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ y എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഏറ്റവും ചെറുത് എന്തായിരിക്കും? അപ്പോൾ z വൈനേക്കാളും വലുതാണ്, അതുപോലെ എക്സും വൈനേക്കാളും വലുതാണ്. സോ ദ ലീസ്റ്റ് എമൗണ്ട് റിസീവ്ഡ് ബൈ y ഓൺലി. സോ ലീസ്റ്റ് എമൗണ്ട് കിട്ടുന്നത് വൈക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. സോ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? The question can be answered by using both the statements together, but cannot be answered using either statement alone. So C is our right answer.